ഹായ് കൂട്ടുകാരെ, ഇത് മാമ്പഴക്കാലമല്ലേ. നമുക്കൊരു നല്ലൊരു മാമ്പഴം വച്ചിട്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ. ഇൻഗ്രീഡിയൻസ്: നല്ല പഴുത്ത മാങ്ങ ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൾപ്പാക്കി എടുക്കണം. പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒരു 100 ml എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെന്താ, പൊടിച്ച പഞ്ചസാരയും പിന്നെ അതിൻ്റെ കൂടെ 2-3 ഏലക്കയും കൂടെ ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുത്ത് അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. മാമ്പഴത്തിൻ്റെ പൾപ്പും പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ, ആദ്യമേ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വീണ്ടും അത് ലോ ഫ്ലെയിമിട്ട് ഇതൊരു 40-45 മിനിറ്റ്സ് എടുക്കും കേട്ടോ. ഈ ഹൽവ കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. 20-25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വീണ്ടും നമ്മളിങ്ങനെ ഇതിൻ്റെ ആ വെള്ളമെല്ലാം മാറി നമ്മൾ കറക്റ്റായിട്ടത് പാകം, ഞാൻ പറഞ്ഞല്ലോ, ഒരു 40 മിനിറ്റ്സ് എങ്കിലും എടുക്കും മിനിമം. കുറച്ച് നട്ട്സും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കടിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാനിത് കഴിച്ചതിനൊക്കെ ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, സൂപ്പറാണ്. ഇപ്പം മാമ്പഴത്തിൻ്റെ കാലമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കുറച്ച് തേങ്ങാപ്പാൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ, സാധാരണ പാലും ചേർക്കാം. പിന്നെന്താ, 2 സ്പൂൺ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത്, കഞ്ഞിവെള്ളം അവോയ്ഡ് ചെയ്യാൻ വേണ്ടവർക്ക് ഞാൻ കഞ്ഞിവെള്ളം അത് എപ്പോഴും സ്റ്റോക്കായിട്ട് അങ്ങനെ വെക്കണം കൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാണ് ആ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കാര്യം. അതിനകത്തേക്കാണ് ഞാൻ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത്. കണ്ടോ, നമ്മുടെ ഹൽവ വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങളും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ.